മറാത്താസിനെ കുറിച്ച് കാര്യമായിട്ട് നമുക്ക് നോക്കാനില്ല. കാരണം അത് എന്താണെന്ന് വെച്ചാൽ 1761 അഹമ്മദ് ഷാ അബ്ദാലിയായിട്ടുള്ള തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പറ്റിൽ മറാത്താസ് തോക്കുകയാണ് ചെയ്യുന്നത്. അതിൽ തന്നെ അവർക്ക് എന്ത് പറ്റുമെന്ന് വെച്ചാൽ ആ പവർ ഇറോഡ് ചെയ്യുകയാണ്, പവർ നശിക്കുകയാണ് അധികാരത്തിൻ്റെ. അപ്പോൾ അവർ ആസ് സച്ച് എഫിഷ്യൻ്റ് ആയിട്ടുള്ള റൂളേഴ്സ് ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ഒരു ലോങ് ടേം പോളിസി ഇല്ല, എഫിഷ്യൻ്റ് ആയിട്ടുള്ള മിലിറ്ററി സ്കില്ലില്ല. അപ്പോൾ ഗൊറില്ല യുദ്ധം പോലുള്ള യുദ്ധങ്ങൾ എപ്പോഴാണ് നടപ്പിലാക്കാൻ പറ്റുക? കാരണം ബ്രിട്ടീഷ് പോലുള്ള ഒരു ഫോഴ്സ് ഇന്ത്യയിലേക്ക് എത്തി അതിൻ്റെ ആരംഭ സ്റ്റേജിലാണ്. അത് കഴിഞ്ഞ് അവർ വെൽ എക്യുപ്ഡായിട്ട് ബക്സറും പ്ലാസിയും ഒക്കെ കഴിഞ്ഞ് ആംഗ്ലോ മൈസൂർ വാറൊക്കെ കഴിഞ്ഞ് അതിഭീകരമായി ശക്തി പ്രാപിച്ച സമയത്ത് പിന്നെ ഇതൊന്നും ടെക്നിക്കുകളൊന്നും നടക്കാതായി. പിന്നെ എല്ലാ കാര്യത്തിലും ബ്രിട്ടീഷുകാർ ഇടപെടാനും തുടങ്ങി. അപ്പോൾ though the third battle of Panipat in which they were defeated by Ahmad Shah Abdali changed the situation, they regrouped, regained strength and within a decade achieved a position of power in India. അപ്പോൾ അവർ ശ്രമിക്കുകയാണ് ഏത് രീതിയിൽ തിരിച്ച് കാര്യങ്ങളിലേക്ക് കടക്കാൻ വേണ്ടി. അപ്പോഴാണ് ഈ പറഞ്ഞ എന്താ പറയുക 3 വാർസ് ഉണ്ടാവുന്നത്. ആംഗ്ലോ മറാത്ത വാർസ് എന്ന് പറയുന്നത് 3 വാർസാണുള്ളത്. ഒന്ന് 1775 1802 അതുപോലെ തന്നെ 1818 ഈ 3 വാർസും ആണ് ഇവർക്ക് ആംഗ്ലോ മറാത്ത വാർസായിട്ടുള്ളത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇവരുടെ കോൺഫെഡറസി ആലോചിച്ചാൽ മതി. 3 വാർസിൻ്റെ റിസൾട്ട്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ബ്രിട്ടീഷുകാരെ സപ്രസ് ചെയ്യുന്നതായിരിക്കും. ഈ 3 വാർസിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് ഇവരുടെ കോൺഫെഡറസി, ഏത് ഭാഗത്ത് കോൺസെൻട്രേറ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പറ്റിന് ശേഷം ഇവരുടെ ഗ്രൂപ്പ്, മറാത്താസിൻ്റെ ഗ്രൂപ്പ്, മറാത്ത ഫാമിലീസ് വിച്ച് എമർജ്ഡ് പെർമനൻറ്റ് വർ ഗെയ്ക്വാഡ്സ് ഓഫ് ബറോഡ. ഗെയ്ക്വാഡ്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് എവിടെ? ബറോഡയിലാണ്. ബോൺസ്ലെ ഓഫ് നാഗ്പൂർ കാണുന്നില്ലേ? ബോൺസ്ലെ ഓഫ് നാഗ്പൂറിൻ്റെ ഏത് ഗ്രൂപ്പാണ്? ബോൺസ്ലെ. ദ ഹോൾക്കാർസ് ഓഫ് ഇൻഡോർ. ഹോൾക്കാർസ് എന്ന് പറഞ്ഞാൽ ഇൻഡോറിലാണ്. സിന്ധിയാസ് എന്ന് പറഞ്ഞാൽ എവിടെയാണ്? ഗ്വാളിയറിലാണ്. പെഷ്വ എന്ന് പറയുന്നത് പൂനെയാണ്. ഇത്രയും പേര് 5 സബ്സെക്ഷൻസാണ് ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ട് മറാത്താസിൻ്റെ വിങ്ങായി ഉണ്ടായിരുന്നത്. ഇവരെ മറാത്താൻ്റെ കോൺഫെഡറസി എന്നാണ് പറയുന്നത്. കോൺഫെഡറസി അതായത് സബ്സെക്ഷൻസ്. ഒരു ഗ്രൂപ്പ് എന്ന രീതിയിൽ നിന്ന് മാറി തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പറ്റിൻ്റെ തോൽവിക്ക് ശേഷം റീഗ്രൂപ്പ് ചെയ്ത ഗ്രൂപ്പുകളിൽ 5 എണ്ണമാണ് ഇത്. തേർഡ് ആംഗ്ലോ മറാത്ത വാറിന് ശേഷം അതും ക്ഷയിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അതായത് തേർഡ് ആംഗ്ലോ മറാത്ത വാറിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർക്ക് ഒരു കാരണം കിട്ടണമല്ലോ. അതായത് ഈ എന്താ പറയുക, ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ തേർഡ് ബാറ്റിൽ എന്ന് പറയുന്നത് ഈ പിണ്ടാരി എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അത് ഒരു എന്താ പറയുക, ഒരു മോഷണം ഒക്കെ നടത്തുന്ന ഒരു ഗ്രൂപ്പാണ്. പക്ഷെ അത് മറാത്താസിൻ്റെ ആർമിയായി ബന്ധപ്പെട്ടൊരു ഗ്രൂപ്പും ആയിരുന്നു. അവർ മറാത്ത ആർമിയിലും ജോലി നോക്കിയിരുന്നു. ഈ കാര്യം പറഞ്ഞിട്ടാണ്, അതായത് പിണ്ടാരീസിനെ എലിമിനേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് 3ാമത്തെ വാർ തുടങ്ങുന്നത്. ഒരു ഇമ്പോർട്ടൻറ്റ് റീസണാണ് പിണ്ടാരീസ്. അപ്പോൾ ഇത് കാരണം എന്ത് പറ്റി? 3ാമത്തെ വാറിൽ തോറ്റു. ആംഗ്ലോ മറാത്ത വാറിൽ മറാത്താസ് തോറ്റു. അത് എന്താ പറയുക, ആ രീതിയിൽ അങ്ങനെ മറാത്താസിൻ്റെ പവർ ഷ്രിങ്ക് ചെയ്തു, റെഡ്യൂസ് ചെയ്ത് ബ്രിട്ടീഷിൻ്റെ താഴെയായി. അപ്പോൾ എന്തുകൊണ്ട് മറാത്താസ് തോറ്റു എന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ലീഡർഷിപ്പ് ഇല്ല, ഡിഫക്റ്റീവ് നേച്ചർ ഓഫ് മറാത്ത സ്റ്റേറ്റ്. കാരണം തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പറ്റിൽ തോറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അവരുടെ ആ പവർ അങ്ങ് പോയി. ലൂസ് പൊളിറ്റിക്കൽ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ പിന്നെ ആരും ഭരിക്കാനില്ലാതായി. പിന്നെ അൺസ്റ്റേബിൾ എക്കണോമിക് പോളിസി, പൈസ സാമ്പത്തികമായിട്ട് സെറ്റപ്പ്, ആൾക്കാരെ വിന്യസിക്കാനുള്ള സെറ്റപ്പ്, ഇൻഡസ്ട്രി ലെവലിൽ അതായത് ടെക്നോളജി ലെവലിൽ താഴെ പോയി. ഇൻഫീരിയർ മിലിറ്ററി സിസ്റ്റമാണ്. സുപ്പീരിയർ ഇംഗ്ലീഷ് ഡിപ്ലോമസിൻ്റെ എപ്സിയോണേജ്. കാരണം വെച്ചാൽ അവർ ഈ പറഞ്ഞ തന്ത്രങ്ങളും കുതന്ത്രങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് കുറച്ചും കൂടെ എളുപ്പത്തിലാണ്. പിന്നെ പ്രോഗ്രസീവ് ഇംഗ്ലീഷ് ഔട്ട്ലുക്ക്, കാരണം അവർ കുറേയും കൂടി പ്രോഗ്രസീവ് ആയിരുന്നു ഫോഴ്സസ് ആ സമയത്ത്. അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ തോൽപ്പിക്കാൻ പറ്റി. ഇതാണ് മറാത്താസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം. ഒന്നുകൂടെ നമ്മൾ പറയാം, ഏതൊക്കെയായിരുന്നു മറാത്താസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തായാലും പറയാം സബ്സെക്ഷൻസ്, കോൺഫെഡറസീസ്, ദി ഗെയ്ക്വാഡ്സ് ഓഫ് ബറോഡ, ബോൺസ്ലെ ഓഫ് നാഗ്പൂർ, ഹോൾക്കാർസ് ഓഫ് ഇൻഡോർ, സിന്ധിയാസ് ഓഫ് ഗ്വാളിയർ, പെഷ്വ ഓഫ് പൂനെ. ഒരു എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെക്കണം.